عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما ينفعنا. മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പാഠം ബാബു ഉജൂബി തമഅനീനത്തി ഫിർ റുകൂഇ വസ്സുജൂദ് എന്നതാണ്. ബാബു ഉജൂബ് അത്തമഅനീനത്തി ഫിർ റുകൂഇ വസ്സുജൂദ് ഐ വഗൈരിഹിമാ മിൻ അഫ്ആലിസ് സ്വലാ. അപ്പോൾ എന്താണ് ഈ അധ്യായത്തിന്റെ വിവക്ഷ? ബാബു ഉജൂബി തമഅനീനത്ത്. തമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങിക്കഴിയുക, അതുപോലെ അല്പം ശാന്തമായി നിൽക്കുക. ഫിർ റുകൂഇ, റുകൂഇലായാലും വസ്സുജൂദ്, സുജൂദിലാണെങ്കിലും. അപ്പൊ നമസ്കാരത്തിന്റെ റുക്നുകളിലൊക്കെ, റുകൂഇലും സുജൂദിലും മാത്രമല്ല, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണെങ്കിലും ഇഅ്തിദാലിന്റെ സമയത്താണെങ്കിലും ഒക്കെ തമഅനീനത്ത് ഉണ്ടാകണം, അഥവാ അടങ്ങിപ്പാർക്കുക എന്നൊക്കെയാണ് മുമ്പ് പറയല്. അവിടെ ഒന്ന് ഒരു പോസ് ഉണ്ടാകണം. അവിടേക്കാണ് എത്തുന്നതിന്റെ മുമ്പ് അടുത്ത റുക്നിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ എല്ലുകളും അതിൻ്റെതായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് വരെ ഒന്ന് അവിടെ അടങ്ങി നിൽക്കണം. അതിനാണ് തമഅനീനത്ത് എന്ന് പറയുന്നത്. ഇവിടെ ബാബു ഉജൂബ് തമഅനീനത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അടങ്ങിക്കഴിയൽ വാജിബാകുന്നു എന്നതാണ് ശൈഖ് അവറുകൾ നൽകിയിട്ടുള്ള അധ്യായത്തിന്റെ അർത്ഥം തന്നെ. എന്നാൽ ഇത് നിർബന്ധമല്ല എന്ന് പറയുന്ന മഹാപണ്ഡിതന്മാർ, ഇമാമിങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പദം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫിർ റുകൂഇ വസ്സുജൂദ് എന്ന് പ്രത്യേകം അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. റുകൂഇലും സുജൂദിലും, രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും അല്ലെങ്കിൽ ഇഅ്തിദാലിലും ഒന്നും തന്നെ തമഅനീനത്ത് നിർബന്ധമില്ല എന്നതാണ് ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, രണ്ട് സുജൂദുകൾക്കിടയിലൊക്കെ അങ്ങോട്ട് എണീറ്റിട്ടുണ്ടാവില്ല, അപ്പോഴേക്ക് അടുത്ത സുജൂദ് ചെയ്തിട്ടുണ്ടാവും. റുകൂഇൽ നിന്ന് നിവർന്നു നിന്നിട്ടുണ്ടാവില്ല, അപ്പോഴേക്ക് സുജൂദിലേക്ക് പോയിട്ടുണ്ടാകും. അങ്ങനെ ചില ആൾക്കാർ നിസ്കരിക്കുന്നത് കാണാം. അതിനെക്കുറിച്ചുള്ള ഹദീസിൽ എന്താ വന്നിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോ ഇവിടെ റുകൂഇലും സുജൂദിലും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഗൈരിഹിമ, ഇത് രണ്ടിലും അല്ലാത്തതിലും അത് നിർബന്ധം തന്നെയാണ്. മിൻ അഫ്ആലിസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളിലും നിർബന്ധം തന്നെയാണെന്നാണ് നമ്മുടെ ശാരിഹ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മഹുല്ലാ പറയുന്നത്. ശരി, അൽ ഹദീസുൽ അവൽ, നമ്മുടെ പാഠത്തിലെ ഒന്നാമത്തെ ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم دخل المسجد فدخل رجل فصلى ثم جاء فسلم على النبي صلى الله عليه وسلم فقال ارجع فصلي فإنك لم تصلي فرجع فصلى كما صلى ثم جاء فسلم على النبي صلى الله عليه وسلم فقال ارجع فصلي فإنك لم تصلي ثلاثا فقال والذي بعثك بالحق ما أحسن غيره فعلمني فقال إذا قمت إلى الصلاة فكبر ثم قرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا وافعل ذلك في صلاتك كلها. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഹദീസ് ആവട്ടെ, ഈ ഗ്രന്ഥത്തിലുള്ള ഹദീസുകളൊക്കെ നമുക്കറിയാം സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശരി, ഈ ഹദീസിൽ അബൂ ഹുറൈറ ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി എന്നാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ്,
നബിതങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി കടന്നു വന്നു. അയാളുടെ പേര് ചില റിപ്പോർട്ടുകളിൽ ഖല്ലാദ് ബിൻ അബി റാഫി എന്നാണ് എന്ന് വന്നിട്ടുണ്ട്. ഫസ്വല്ല, അദ്ദേഹം പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഉടനെ നിസ്കരിച്ചു. ഏത് നിസ്കാര? പള്ളിയിൽ കയറിയ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും. അതായത് തഹിയ്യത്തുൽ മസ്ജിദ് അല്ലെ. സുമ്മ ജാഅ, എന്നിട്ട് അദ്ദേഹം വന്നു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കണം അദ്ദേഹം കണ്ടു. ഉടനെ അദ്ദേഹം പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നബിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇർജഅ, നീ തിരിച്ചു പോയിക്കോ. ഫസല്ലി, എന്നിട്ട് ശരിക്ക് നിസ്കരിച്ചിട്ട് വാ. ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. ഫറജഅ, അദ്ദേഹം തിരിച്ചുപോയി. ഫസല്ല, അയാൾ നമസ്കരിച്ചു. കമാ സല്ല, നേരത്തെ നിസ്കരിച്ച പോലെ തന്നെ നിസ്കരിച്ചത്. സുമ്മ ജാഅ, എന്നിട്ട് വീണ്ടും വന്നിട്ട് ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സലാം പറഞ്ഞു. ഫഖാല, അപ്പൊ വീണ്ടും നബി പറഞ്ഞു, ഇർജഅ ഫസല്ലി, നീ മടങ്ങിപ്പോയി നിസ്കരിക്ക്. ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചത് ശരിയായിട്ടില്ല, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സലാസൻ, 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുകയുണ്ടായി. ഫഖാല, അവസാനം അയാൾ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹു തന്നെ സത്യം. മാ ഉഹ്സിനു ഗൈറഹു, എനിക്ക് ഇതല്ലാത്തൊരു നമസ്കാരം അറിയില്ല പ്രവാചകരെ. ഫഅല്ലിംനി, എനിക്ക് പഠിപ്പിച്ചു തരൂ. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇദാ ഖുംത ഇല സ്വലാത്തി, നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫകബ്ബിർ, നീ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. ثم قرأ ما تيسر معك من القرآن, പിന്നെ നിനക്ക് സൗകര്യമാകുന്ന ലളിതമാകുന്ന എന്തെങ്കിലും പാരായണം ചെയ്യണം. പിന്നെ നീ റുക്കൂ ചെയ്യുകയും ആ റുക്കൂയിൽ അല്പം ശാന്തമായി നിൽക്കുകയും ചെയ്യണം. തത്മഇന്ന റാക്കിയാൻ, അവിടെ ഒരു അടങ്ങി താമസിക്കണം, അടങ്ങി കഴിയണം. പിന്നെ നീ അവിടുന്ന് ഉയരണം. നിവർന്നുകൊണ്ട് റെഡിയായി ഒന്ന് നിൽക്കുന്നത് വരെ, അതാണ് അവിടുത്തെ തുമനീനത്ത്. പിന്നെ നീ സുജൂദ് ചെയ്യണം. സാജിദൻ, ആ സുജൂദിൽ ഒന്ന് അടങ്ങിക്കഴിയണം. പിന്നെ ഉയരണം സുജൂദിൽ നിന്ന്. ജാലിസ്, എന്നിട്ട് ഇരിക്കുമ്പോ ഒന്ന് ഇടയിലുള്ള ഇരുത്തമുണ്ടല്ലോ, അവിടെ നീ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ശാന്തമാകണം, ഒന്ന് അടങ്ങിക്കഴിയണം. ഇത് പ്രകാരം നിന്റെ എല്ലാ നിസ്കാരത്തിലും നീ ചെയ്യലും നിർബന്ധമാണ്. അങ്ങനെ ചെയ്തിരിക്കണം. ഈ ഹദീസ് വിദ്യാർത്ഥികൾക്കിടയിൽ ഹദീസ് മുസീഇ സ്വലാ, നിസ്കാരം തെറ്റിയാളുടെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഈ ഹദീസ്, ഇതിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പല നിയമങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർമ്മശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ നമസ്കാരത്തിന്റെ ഫർളുകളും അതിന്റെ വാജിബുകളും വേർതിരിക്കുന്നു. ഈ ഹദീസാണ് അതിന്റെ നിദാനം എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ഹദീസിൽ അദ്ദേഹം വന്നു. ഒന്നുകൂടി നമുക്ക് അതിന്റെ ആദ്യ ഭാഗത്തേക്ക് കടന്നു പോകാം. അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖൽ മസ്ജിദ ഫദഖല റജുലുൻ ഫസല്ല, ഒരാൾ കടന്നു വന്നു, അയാൾ നിസ്കരിച്ചു. സുമ്മ ജാഅ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് സലാം പറഞ്ഞു. നബിയോട് സലാം പറഞ്ഞപ്പോ തീർച്ചയായും നബി സ്വലം സലാം മടക്കിയിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങള് സലാം മടക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിലൊക്കെ അലൈക്ക എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അലൈക്കും സലാം എന്നല്ല, അലൈക്ക സലാം എന്നും വേണമെങ്കിലും ചിലരോട് വേണമെങ്കിൽ മടക്കാം. അപ്പോ അദ്ദേഹത്തോട് അലൈക്ക എന്ന് പറഞ്ഞതായി കാണുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ സലാം മടക്കിയതിന് ശേഷമാണ് നിങ്ങൾ പോയി നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് നിസ്കരിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അതിൽ ഇയാള് നിസ്കരിച്ചല്ലോ. അപ്പൊ നിസ്കാരം ശരിയാകാത്തതിനെ ഇവിടെ നിസ്കരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേരത്തെ നിസ്കരിച്ച പോലെ തന്നെ വീണ്ടും പോയി നിസ്കരിച്ചു. വീണ്ടും അയാൾ ഒന്ന് നബിയോട് സലാം പറഞ്ഞു. വീണ്ടും അയാളെ തിരിച്ചയച്ചു. ഇങ്ങനെ 3 പ്രാവശ്യം നടന്നു എന്നതാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നേരത്തെ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താ പോരെ.
ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആളുകൾക്കും അദ്ദേഹത്തിനും കൂടുതൽ ബോധ്യപ്പെടാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പല കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയും പറയാറുള്ളതും അത് കൂടുതൽ ഹൃദയസ്ഥമാക്കുവാൻ വേണ്ടിയാണ് എന്ന് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയോ അദ്ദേഹത്തോട് കയർക്കോ ഒന്നും ചെയ്തില്ല. നീ പോയിട്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രവാചകന്റെ ആ സ്വഭാവ മഹിമയുടെ ഭാഗമാണത്. ഫഖാല, അപ്പൊ അയാൾ അവസാനം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറഹു, എനിക്ക് ഇങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിഞ്ഞുകൂടാ, ഫഅല്ലിംനി, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ. ചില റിപ്പോർട്ടുകളിലൊക്കെ അദ്ദേഹത്തോട് ഒതുവിന്റെ കാര്യം മുതൽ നീ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒതു ഉണ്ടാക്കണം. അസ്ബിഅൽ ഒതു, ഒതു ഉണ്ടാക്കിയാൽ മതി പോരാ, പരിപൂർണമായ രീതിയിൽ ഒതു വരുത്തണം. പിന്നെ ഖിബ്ലക്ക് മുന്നിടണം. എന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ വാചകം ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തക്ബീർ കെട്ടണം. സുമ്മ ഇഖ്റ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നെ നിനക്ക് സൗകര്യപ്പെടുന്നത്രയും ഓതണം എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകൾ വ്യക്തമായി ആദ്യം നീ ഫാത്തിഹ ഓതണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഖുർആനിലും ഹദീസിലൊക്കെ വന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്നിടത്തുള്ള ഒരു നിയമമാണ്. ഒരു ഹദീസിൽ ചുരുക്കി പറഞ്ഞ് വേറൊരു ഹദീസിൽ വിശദമായിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ബുഖാരി മുസ്ലിമിലുള്ള റിപ്പോർട്ടിൽ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഭാഗങ്ങൾ ഉണ്ടെങ്കിലും വേറെ മുസ്നദിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശദമായ റിപ്പോർട്ടുകൾ ഉണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിഹ ഓതാൻ പറയുകയും പിന്നെ ഇത് ചെല്ലാൻ പറയുകയും ചെയ്തു. ഫാത്തിഹ എന്ന് തന്നെ പറഞ്ഞു. ചില പണ്ഡിതന്മാർ ഇത് തന്നെ മതി, സുമ്മ ഇഖ്റ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഫാത്തിഹ ഓതിന്റെ കാര്യം അടുത്ത ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ നീ റുക്കൂഇ ചെയ്യുക, ആ റുക്കൂഇൽ നീ അടങ്ങി കഴിയുക, ഒരു അടക്കം ഉണ്ടാകണം. പിന്നെ നീ ഉയരുക റുക്കൂഇൽ നിന്ന്, എന്നിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. പിന്നെയാണ് നീ സുജൂദ് ചെയ്യുക. അപ്പൊ ഇയാളോട് ഈ റുക്കനുകളിലൊക്കെ അടങ്ങി പാർക്കുന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇയാൾക്ക് പറ്റിയ തെറ്റ്, അബദ്ധം അതാണ്. റുക്കനുകളിൽ അടങ്ങി പാർക്കാതിരുന്നത് കൊണ്ട് ആണ് അയാൾ നിസ്കരിച്ചിട്ടില്ല, പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞയച്ചത്. അപ്പോ എത്രയോ ആളുകൾ അവരുടെ റുക്കനുകള് റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ഒക്കെ തശഹുദിന്റെ ഇരുത്തത്തിലും ഒക്കെ ശരിയായിട്ടില്ലെങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കാത്തവനെ പോലെയാണ് എന്ന് ഇത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പല ഹദീസുകളിലും ഇവിടെ നമ്മൾ നേരത്തെ കുറിപ്പിൽ കൊടുത്ത പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, ഒരാൾ നിസ്കരിക്കുന്നു, 60 വർഷമായി നിസ്കരിക്കുന്ന മനുഷ്യനോട് അയാൾ നിസ്കരിച്ചിട്ടില്ല, കാരണം അയാളുടെ റുക്കൂഅ്, സുജൂദ് എന്നിവ പൂർത്തിയാകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം അൽബാനി അത് സഹിഹാക്കിയിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇവിടെ ശറഹിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനോട് ചോദിച്ചു, എത്ര വർഷമായി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കണ? അപ്പൊ അയാൾ കുറെ കാലമായി എന്ന് പറഞ്ഞു. എങ്കിൽ ഇത്രയും കാലമായി നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അവസ്ഥയിൽ നീ അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ മിത്ത അല ഗൈരി മില്ലത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മാർഗത്തിലല്ല നീ മരിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിച്ച മതത്തിലല്ല, കാരണം നിന്റെ നിസ്കാരം ഒന്നും ശരിയല്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളോട് പറഞ്ഞത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഗൗരവമായി നമ്മൾ നമ്മുടെ നമസ്കാരത്തിലെ കർമ്മങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കണം, സൂക്ഷിക്കണം എന്ന് അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇത് അവിടെ ഇതിന്റെ ശറഹിലേക്കൂടെ നമുക്കൊന്ന് പോകാം. ഈ ഹദീസ് ഇത് അവിടെ പറഞ്ഞുണ്ടോ, ഇലാഖരി ഹാദൽ ഹദീസ് യുസമ്മ ഹദീസുൽ മുസീഇ ഫി സ്വലാത്തിഹി, തന്റെ നമസ്കാരത്തിൽ തെറ്റുപറ്റിയവന്റെ ഹദീസ് എന്ന പ്രസിദ്ധമായ ഹദീസാണിത്. ലിഅന്നഹു ലം യുഹ്സിൻ അഫ്ആല സ്വലാത്തി ലിജഹ്ലിഹി, അറിവില്ലായ്മ കാരണം നമസ്കാരത്തിന്റെ പ്രവർത്തനം നന്നായില്ല. വലൈസ ബിആസിം, പക്ഷെ അതിനയാൾ കുറ്റക്കാരനല്ലെങ്കിലും വഖദ് അജ്മഅൽ ഉലമാ അന്ന ജമീഅ മാ ഫീ ഹാദൽ ഹദീസ് മിൻ അർകാനിസ് സ്വലാ, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്
ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമസ്കാരത്തിന്റെ റുക്കുനുകൾ അവിഭാജ്യ ഘടകങ്ങളാകുന്നു. ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. മറന്നു പോയാലും അറിവില്ലാതെ പോയാലും നിസ്കാരം ശരിയാകൂല എന്നതാണ് ഈ ഹദീസിൽ പറയുന്ന റുക്കുനുകൾ, ഫിഅലുകൾ. അപ്പൊ ഈ ഹദീസിൽ നീ ഇദാ ഖുംത ഇല സ്വലാത്തി എന്ന് പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ നിന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമ് ഫീഹി റുക്നിയത്തുൽ ഖിയാം വഹുവ റുക്നുൻ ഫിൽ ഫർളി ഖാസ. ഫർളിൽ അത് പ്രത്യേകം റുക്കനാണ്. അപ്പൊ സുന്നത്തിലോ, സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ നിൽക്കണില്ല എന്ന് വിചാരിച്ചോളൂ, അയാൾ ഇരുന്ന നിസ്കരിക്കണ വെച്ചെങ്കിലും ശരിയാകും, നിസ്കാരം ശരിയാകും, പക്ഷെ കൂലി പകുതി ഉണ്ടാവുള്ളൂ എന്ന് വേറെ ഹദീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അയാൾ പറഞ്ഞത് ഫർള് നിസ്കാരത്തിൽ പ്രത്യേകിച്ചും നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്, റുക്കനാണ്. വഖൗലുഹു ഫകബ്ബിർ, അവിടെ നീ തക്ബീർ കെട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. കാരണം വലാ തനഅഖദു സ്വലാത്തു ബിദൂനിഹാ വഹിയ റുക്നുൻ ബിൽ ഇജ്മാ, ഇജ്മാഅാണ് പണ്ഡിതന്മാർക്കിടയിൽ. അതില്ലാതെ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവുകയില്ല. ഇവിടെ സുമ്മ ഇഖ്റ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്ന് പറഞ്ഞല്ലോ. മഅൽ ഫാത്തിഹ, ഫാത്തിഹയോടൊപ്പം നിനക്ക് കഴിയുന്ന എന്തെങ്കിലും ഒരു സൂറത്ത് കൂടി ചൊല്ലണം എന്നതാണ് ഉദ്ദേശം. അമ്മൽ ഫാത്തിഹ ഫഹിയ റുക്നുൻ ലാ ബുദ്ദ മിൻ ഖിറാഅതിഹ, ഫാത്തിഹ ഓതൽ തീർച്ചയായും നിർബന്ധമാണ്, അത് റുക്നാണ്. വഹാദാ ആമുൻ യഖുസ്സു ബിൽ അഹാദീസ് അല്ലതി ഫീഹാ വുജൂബ് ഖിറാഅത്തുൽ ഫാത്തിഹ. അപ്പൊ ഇവിടെ സൗകര്യപ്പെടുന്ന ഓതിയ മതി എന്ന് പറഞ്ഞത് ഒരു പൊതുകൽപ്പനയാണ്. പക്ഷേ ഫാത്തിഹ ഓതണം എന്നുള്ളത് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വല്ലദീ ലാ യുഹ്സിനുൽ ഫാത്തിഹത യുസബ്ബിഹു വയുഹമ്മിദു വയുകബ്ബിർ, ഫാത്തിഹ ഓതാൻ അറിയാത്ത ആള് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഫയഖൂലു സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് മകാന ഖിറാഅത്തിൽ ഫാത്തിഹ. ഫാത്തിഹ ഓതേണ്ട സ്ഥാനത്ത് അറിവില്ലാത്ത ആള് ഈ ദിക്റുകൾ ചൊല്ലിയാൽ മതി. വമൻ യുഹ്സിനു ബഅലഹ, ഫാത്തിഹന്റെ പകുതി അറിയുന്ന ആൾക്കാർ യുകർരിറുഹു ബിഖദ്രിഹാ, ഫാത്തിഹ ഓതുന്ന അത്ര അത് തന്നെ. ആദ്യത്തെ ഒരു ആയത്തെ അറിയുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അറിയുള്ളൂങ്കിൽ അതിങ്ങനെ ഒരു 7 വട്ടം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉദാഹരണമായി വഖാല ബഅദുൽ അയിമ്മത്തി യുജ്സിഉ ഖിറാഅത്തു മാ തയസ്സർ, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹ തന്നെ ഓതണം നിർബന്ധമില്ല. വലോ മിൻ ഗൈരിൽ ഫാത്തിഹ, ഫാത്തിഹ അല്ലാത്തത് ഓതിയാലും കുറച്ച് ഓതിയാൽ മതി, അത് മതി. വഹാദൽ ഖൗലു ദഈഫ്, വളരെ ദുർബലമായ ഒരു അഭിപ്രായമാണ്. മഹ്ജൂജുൻ ബിൽ അഹാദീസ് സ്വഹീഹത്തി സ്വരീഹത്തി ഫി വുജൂബിഹ, വളരെ സുവ്യക്തമായ വ്യക്തമായ സ്വഹീഹായ ധാരാളം ഹദീസുകൾ കൊണ്ട് ഈ അഭിപ്രായം തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് മനസ്സിലാക്കാം. വയുസ്തഹബ്ബുൽ ഖിറാഅത്തു മഅൽ ഫാത്തിഹത്തി ഫിൽ ഫജ്ർ സൂറത്തു മിൻ തിവാലിൽ മുഫസ്സൽ, ഫാത്തിഹയോടൊപ്പം ഫജ്ർ നമസ്കാരമാണെങ്കിൽ തിവാലിൽ മുഫസ്സിലെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഈ തിവാൽ മുഫസ്സിൽ എന്ന് പറഞ്ഞ ഖുർആനിലെ സൂറത്ത് ഖാഫ് മുതൽ അമ്മ യതസാലും വരെയുള്ള സൂറത്തിനാണ് തിവാൽ മുഫസ്സിൽ എന്ന് പറയുന്നത്. വഫിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിലാണെങ്കിൽ മിൻ ഖിസാരിഹി, ഖിസാറുൽ മുഫസ്സിൽ എന്ന് പറയുന്നത് വഹുവ മിനൽ ദുഹാ ഇലൻ നാസ്, വദ്ദുഹ തുടങ്ങിയിട്ട് സൂറത്തുൻ നാസ് വരെയുള്ളതിനാണ് ഖിസാറുൽ മുഫസ്സിൽ എന്ന് പറയുന്നത്. വഫിൽ ബാഖി, അപ്പോ മറ്റ് നമസ്കാരങ്ങളിലൊക്കെ ഏതൊക്കെയാ, മഗ്രിബിന്റെ ഫജ്റിന്റെ പറഞ്ഞു, അപ്പൊ ബാക്കി ദുഹറും അസ്റും ഇശായും മിൻ ഔസാത്തിഹി, വസത്തുൽ മുഫസ്സിൽ ഉണ്ടല്ലോ, ഔസാത്തുൽ മുഫസ്സിൽ, അത് ഏതൊക്കെയാ, അമ്മ മുതൽ ളുഹ വരെ. വലാ യദുറു ലൗ അത്വാൽ ഫിൽ മഗ്രിബ്, ഇനി ആരെങ്കിലും മഗ്രിബിൽ ഒന്നാണ് നീട്ടി ഓതി, ഔ ഖസ്റ ഫിൽ ഫജ്ർ, ഫജ്റിലോ ഒന്ന് ചുരുക്കി ഓതി, ആരും എന്തെങ്കിലും കാരണം കൊണ്ട് അതിനൊരു കുഴപ്പവും ഇല്ല. വഖൗലുഹു സുമ്മ റകഅ ഹത്താ തത്മഇന്ന റാക്കിഅൻ, ഈ ഹദീസിൽ പറയുന്നത് പിന്നെ നീ റുകൂഇ ചെയ്യുക, റുകൂഇൽ ഒന്ന് അടങ്ങി കഴിയണം എന്ന് പറഞ്ഞ വഹാദാ റുക്ൻ. സുമ്മ റഫഅ ഹത്താ തഅതദല ഖായിമൻ, അതും അങ്ങനെ തന്നെ. ഫീഹി അന്ന റഫഅ റുക്നുൻ, അതിൽ നിന്ന് എഴുന്നേൽക്കൽ, വൽ ഇഅ്തിദാൽ നിവർന്ന് നിൽക്കൽ, വഹുവ തമഅന, അവിടെ അതാണ് അവിടുത്തെ തമഅനീനത്ത്. വഖൗലുഹു സുമ്മ സുജൂദ്, പിന്നെ സുജൂദ് ചെയ്യുക എന്ന ഹദീസിൽ പറഞ്ഞു അന്ന ഹാദിഹി അർക്കാനു വതമഅനിയതു ഫി റുക്ൻ, ഇതൊക്കെ അർക്കാനുകളാണ്, അതിൽ അടങ്ങി നിൽക്കുക എന്നുള്ളതും റുക്നാണ്. അർക്കാനു സ്വലാത്തിൽ അഫ്ആൽ തമാനിയ, നിസ്കാരത്തിന്റെ ഫിഅലിയായ കർമ്മ പ്രവർത്തനപരമായിട്ടുള്ള റുക്നുകൾ 8 എണ്ണമാണ്. വഹിയ അൽ ഖിയാമു വർ റുകൂഉ, അതൊക്കെയാണ് നിൽക്കുക, കുനിയ, റുകൂഉ ചെയ്യുക, റഫ്ഉ മിൻ അതിൽ നിന്ന് ഉയരുക, വസ്സുജൂദ് സുജൂദ് ചെയ്യുക, വർ റഫ്ഉ അതിൽ നിന്ന് ഉയരുക, വജുലൂസ് അത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദിൽ ഇരിക്കുക, വത്തമഅനീനതു ഫി ഹാദിഹിൽ അർക്കാൻ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അടങ്ങി കഴിയുക, വത്തർത്തീബ്, ഈ പറഞ്ഞ തർത്തീബ് ഉണ്ടാവുക. ഈ 8 കാര്യങ്ങളാണ് ഫിഅലിയായ പ്രവൃത്തിപരമായ റുക്നുകൾ എന്ന് പറയുന്നത്.
വൽ അഖ്വാൽ, എന്നാൽ വാചികമായി സംസാരത്തിലുള്ള റുക്കനുകൾ തക്ബീറത്തുൽ ഇഹ്റാം ഒരു റുക്കനാണ്, ഖിറാഅത്തുൽ ഫാത്തിഹ മറ്റൊരു റുക്കനാണ്, തശഹുദുൽ അഖീർ അവസാനത്തെ തശഹുദ് അത്തഹിയ്യാത്ത് ചൊല്ലല് ഒരു റുക്കനാണ്, അത്തസ്ലീമത്താനി രണ്ട് സലാം വീട്ടുള്ള റുക്കനാണ്. വയദ്ഖുലു ഫീ ഹാദിഹി അസ്സലാത്തു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇതിൽ പെടുന്നത് നബിയുടെ പേരിലുള്ള സ്വലാത്ത് അവസാനത്തെ പിന്നെ തശഹുദിൽ. വൽ ഇഅ്തിദാലു മിനർ റുകൂഇ വമിനസ് സുജൂദി വൽ ജുലൂസ് ബൈന സജ്ദതൈൻ, ഇതൊക്കെ റുക്കനുകൾ തന്നെയാകുന്നു. ഏതൊക്കെയാണത്? നേരത്തെ പറഞ്ഞതിൽ അത് പെടുന്നുണ്ട്. വലിയ ഇഅ്തിദാലു മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് ഉയർന്ന് ഇഅ്തിദാലായിട്ട് നിൽക്കുക, അതുപോലെ സുജൂദിൽ രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുക എന്നതൊക്കെ. വഖാൽ ഹനഫിയ്യത്തു, ഹനഫി മദ്ഹബിന്റെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ലൈസത്ത് തമഅനിനതു ബഅദ റഫ്ഇ മിനർ റുകൂഇ വബൈന സജ്ദതൈനി റുക്നൻ, റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ അതുപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോഴൊന്നും അടങ്ങിക്കഴിയാന്നുള്ളത് ഒരിക്കലും റുക്കനല്ല എന്ന് അവർ പറഞ്ഞു. വസ്സഹീഹു, അപ്പൊ നമ്മളെ ഷെയ്ഖ് അവറുകൾ പറയാണ്, ആരാ ഈ പറയണ ഷെയ്ഖ്? ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മഹുല്ലാ പറയാണ്, അയാളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നഹുമാ റുക്നാനി, സത്യത്തിൽ ഇത് രണ്ടും റുക്കുനുകൾ തന്നെയാണ്. മഖ്സൂദാനി, പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. തജിബു ഫീഹിമാ അത്മഅനീന, അതിൽ അടങ്ങിക്കഴിയൽ പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ട് വാജിബാകുന്നു എന്നർത്ഥം. വല്ലാഹിർ അന്ന ഹാദൽ ഖൗല ലി അസ്ഹാബി അബി ഹനീഫ, ഇവിടെ പറഞ്ഞ ഈ ഹനഫിയാക്കൾ പറഞ്ഞു എന്നത് ലൈസ ലി അബി ഹനീഫ നഫ്സഹ്, ഇമാം അബൂ ഹനീഫയുടെ സ്വന്തമായ വാക്ക് അയാൾ പറഞ്ഞു എന്നുള്ളതല്ല, നേരെ മറിച്ച് അയാളുടെ മദ്ഹബിലേക്ക് ചേർത്തപ്പെടുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. വറദ്ദദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസിഅ തലാസൻ, ആ നിസ്കാരം തെറ്റിയ ആളെ 3 പ്രാവശ്യം നബി മടക്കി അയച്ചല്ലോ. ലിയജിഅ മുഫ്തഖിറൻ ഇലൽ ഇൽം, അയാളുടെ വിജ്ഞാനം, അതിനെക്കുറിച്ചുള്ള അയാൾക്ക് തെറ്റിയത് എന്ത് എന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കൽ ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. ഫഇന്നഹു അബ്ലഗു ഫിൽ ഹിഫ്ളി വൽ ഫഹം, കൂടുതൽ പഠിക്കാനും മനഃപ്പാഠമാക്കാനും ഒക്കെ അത് ഏറ്റവും പ്രയോജനകരമാണ്. വഫീഹി, ഈ ഹദീസിൽ പഠിക്കാനുള്ളത് അന്നൽ അർക്കാന ലാ തസ്ഖുതു സഹവൻ വലാ ജഹ്ലൻ വലാ അംദൻ, നിസ്കാരത്തിന്റെ ആവട്ടെ മറ്റു വിഭാഗത്തിലുള്ള റുക്ന് എന്ന് പറഞ്ഞാൽ അതെന്തല്ല, മറവി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവ്വമായിട്ടായാലും ഒന്നും നഷ്ടപ്പെട്ടു പോകൂല, ആ ബാധ്യത അവസാനിക്കൂല. ലിഅന്നഹു, കാരണം ലം യുഅ്ദർ, പ്രവാചകൻ ലം യഅ്ദുർ ഹാദൽ മുസിഅ, ഈ തെറ്റിയാൾക്ക് ഒരു ഇളവ് നൽകിയിട്ടില്ല. മഅ അന്നഹു ജാഹിൽ, അയാൾക്ക് അറിവില്ലാതെ ചെയ്തു പോയതാണെങ്കിലും. അതുകൊണ്ട് റുക്നാണോ അറിവില്ലാതെ ചെയ്താലോ ഒഴിവുണ്ടാവില്ല. ശരി, നമുക്ക് അടുത്ത ഹദീസുകളിലേക്ക് നീങ്ങാം. നിസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹദീസിലുള്ളത്. ഓരോ റുക്കനുകളിലും അടങ്ങിക്കഴിയുക എന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ഹുദൈഫ ഉദ്ധരിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടതും 60 വർഷമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾ റുക്കൂഇലോ അല്ലെങ്കിൽ സുജൂദിലോ ഒന്നും അടങ്ങിക്കഴിയുന്നില്ലെങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്ന് പ്രഖ്യാപിച്ച സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് കണ്ടു, നമ്മളെ ഗ്രൂപ്പിൽ അത് ഇട്ടല്ലോ ആ പോസ്റ്റ്. ബാബുൽ ഖിറാഅത്തി ഫിസ്സലാ. ശരി, ഇനി പറയാൻ പോകുന്നത് നമസ്കാരത്തിൽ നമ്മൾ ഫാത്തിഹ ആവട്ടെ മറ്റു സൂറത്തുകളാകട്ടെ അത് ഓതുന്നതിനെ കുറിച്ചുള്ള ചില നിയമങ്ങളാണ്. ഐ അൽ ഫാത്തിഹ വഗൈരിഹ, ഫാത്തിഹ സൂറത്താവട്ടെ മറ്റു സൂറത്തുകളാവട്ടെ, വസിഫത്തുൽ ഖിറാഅത്തി വഖദ്രിഹ, അതെങ്ങനെ ഓതണം, എത്രത്തോളം ഓതണം, ഏതൊക്കെ സൂറത്ത് എത്രത്തോളം ഓതാ എന്നതൊക്കെയാണ് ഈ അധ്യായത്തിൽ വരുന്ന ഹദീസുകൾ പരാമർശിക്കുന്നത്. അൽ ഹദീസുൽ അവൽ, ഒന്നാമത്തെ ഹദീസ്, അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഉബാദത്ത് ബിൻ സ്വാമിത് മഹാനായ സ്വഹാബിയാണ്, നമുക്ക് കേട്ട് പരിചയമുണ്ട്. അദ്ദേഹം അൻസാരിയ ഖസ്റജിയാണ്. അദ്ദേഹം 11-12 നുഖബാക്കളിൽ അഖബ ഉടമ്പടിക്ക് വേണ്ടി 1, 2, 3 അഖബ ഉടമ്പടികളിൽ പങ്കെടുത്ത മഹാവ്യക്തിയാണ്. അൻസാറുകളിൽ നിന്ന് 12 നേതാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരാളാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് എന്ന മഹാൻ. അദ്ദേഹത്തെ ഉമർ ഖത്താബിന്റെ കാലത്ത്
പല ദൗത്യത്തിനും ഏൽപ്പിച്ചു. നബി സ്വലമയുടെ കാലത്ത് സക്കാത്ത് പിരിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ തന്നെ ഇബ്ബാത്ത് ബിൻ സാമിത്തിന്റെ കാലത്ത് അദ്ദേഹം സിറിയയില്, പലസ്തീനില്, അതുപോലെ മുആദ് ബിൻ ജബൽ മരിച്ചപ്പോൾ അയാളുടെ സ്ഥാനമൊക്കെ ഏറ്റെടുത്തിരുന്ന മഹാപണ്ഡിതൻ കൂടിയായിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് അനസ് ബിൻ മാലിക്, മറ്റു പല സ്വഹാബിമാരും ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 160ഓളം ഹദീസുകൾ ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇബ്ബാത്ത് ബിൻ സാമിത്ത് ഏകദേശം 70 വയസ്സായപ്പോൾ അദ്ദേഹം ഹിജ്റ 37 45 അഭിപ്രായം അദ്ദേഹം സിറിയയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് വഫാത്തായിട്ടുള്ളത്. ഇബ്ബാത്ത് ബിൻ സാമിത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അദ്ദേഹം പറയാൻ നബി തങ്ങൾ പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഈ ഹദീസ് നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. എന്താണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ലാ സ്വലാത്ത, ഒരു നിസ്കാരവും ഇല്ല, ലിമൻ, ആർക്കില്ല, ലം യഖറ, അയാൾ ചൊല്ലിയിട്ടില്ല, ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ് ചൊല്ലിയിട്ടില്ല. ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹന്റെ പേരാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരുപാട് പേരുകളുണ്ടല്ലോ. കെൻസ്, കാഫിയ, ഷാഫിയ, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ദുആ, ഇങ്ങനെ ധാരാളം പേരുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. ശരി, ഈ ഹദീസിൽ പറയുന്നത് ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാത്ത ആൾക്ക് നമസ്കാരമില്ല എന്നാണ്. ഇവിടെ നോക്കൂ, വളരെ വ്യക്തമായി ഈ ഹദീസിൽ ഫാത്തിഹ സൂറത്ത് ചൊല്ലണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹനഫി മദ്ഹബിലുള്ള ചില ഇമാമിങ്ങളുടെയൊക്കെ അഭിപ്രായം ഫാത്തിഹ തന്നെ ഓതണം നിർബന്ധമില്ല, പിന്നെ എന്തെങ്കിലും ഖുർആൻ ഓതിയാലും മതി, ഫാത്തിഹ തന്നെ ഓതണം നിർബന്ധമില്ല എന്നാണ്. ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളാണെങ്കിലും ശരി, അയാൾ ഫാത്തിഹ തന്നെ ഓതൽ നിർബന്ധമില്ല എന്ന് യഥാർത്ഥത്തിൽ ഹനഫി മദ്ഹബിലെ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ മറ്റു പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് പോലെയുള്ള ധാരാളം ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ് ഫാത്തിഹ ഓതാത്ത ആൾക്ക് നിസ്കാരം ഇല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിലും ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാ നമുക്കത് അതല്ല ഫാത്തിഹ ഓതേണ്ടതില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇതിന്റെ വെളിച്ചത്തിൽ വേറെ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. അതെന്താ? ജമാഅത്തായി നിസ്കരിക്കുമ്പോ മൗമുമായിട്ട് നിൽക്കുന്ന ആള് ഫാത്തിഹ ഓതണോ വേണ്ടേ? ഇമാം മാത്രം ഓതിയാ മതിയോ? അതിന്റെ വിശദാംശങ്ങളിലൊക്കെ ഒരുപാട് തർക്കം വേറെയും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ജഹരിയായ നിസ്കാരമാണ്, ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരമാണെങ്കിൽ അയാളുടെ ഇമാമിന്റെ ഓത്ത് മൗമ കേൾക്കുന്നുണ്ടെങ്കിൽ മൗമുമായിട്ട് നിസ്കരിക്കുന്ന ആള് ഫാത്തിഹ ഓതേണ്ടതില്ല. കേൾക്കുന്നില്ലെങ്കിൽ ചൊല്ലണം. അതാണ് അധിക പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഇമാം മാലിക്, അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇവിടെയുള്ള പല പണ്ഡിതന്മാരൊക്കെ ആ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നത്. അതായത് ഫാത്തിഹ ഇമാമും മൗമും ഓതണം, നിർബന്ധം തന്നെ. പക്ഷേ ഫാത്തിഹ ഓതുന്നത്, ഇമാം ഓതുന്നത് മൗമികൾ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ മൗമിന് ഓതണം നിർബന്ധമില്ല. കേൾക്കുന്നില്ലെങ്കിൽ ഓതിയാ മതി എന്ന അഭിപ്രായം. നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഷാഫി മദ്ഹബിലെ വീക്ഷണം അനുസരിച്ച് ഇമാമാവട്ടെ മൗമുമാവട്ടെ രണ്ടു കൂട്ടരും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്നതാണ്. ഷാഫി മദ്ഹബിലെ തന്നെ ചില പണ്ഡിതന്മാര് സിദ്ദിയായ എന്ന് പറഞ്ഞാല് ഇമാമ് ഉറക്ക ഓതുന്ന സമയത്ത് ഓതൽ നിർബന്ധമില്ല. ഇമാമ് ഉറക്ക ഓതാത്ത നിസ്കാരങ്ങളില്, അതിപ്പോ ഇശാ നിസ്കാരത്തിന്റെ അവസാനത്തെ 2 റക്അത്തില്, മഗ്രിബിന്റെ അവസാനത്തെ 1 റക്അത്തില്, അതുപോലെ ദുഹർ, അതുപോലെ അസ്ർ നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് ഉറക്ക ഓതുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ മൗമും ഓതിയൽ നിർബന്ധമാണ് എന്ന് അഭിപ്രായം ഉണ്ട് ചിലർക്ക്. ഏതായിരുന്നാലും പൊതുവെ ഹദീസ് പണ്ഡിതന്മാരുടെയൊക്കെ നിലപാട് ഇമാമായാലും മൗമായാലും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളായാലും ഒക്കെ ഫാത്തിഹ ഓതൽ എല്ലാ റക്അത്തിലും ഓതൽ നിർബന്ധമാണ് എന്നതാണ്. അതിലൊരു നേരിയ രീതിയിൽ ഇളവുള്ളത് മസ്ബൂക്കായി വന്ന ആള്, അഥവാ ജമാഅത്ത് തുടങ്ങി പിന്തി വന്ന ഒരാള്, അയാൾക്ക് ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയിട്ടില്ല, അപ്പോത്തിന് ഇമാമ് റുക്കൂഇലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് ആ റക്അത്ത് കിട്ടും എന്ന അഭിപ്രായമാണ് ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാം അൽബാനി, ഇവിടെ ഷെയ്ഖ് ബിൻ ബാസ്, അതുപോലെ തന്നെ ഉസൈമീൻ പോലെയുള്ള ആദ്യകാലത്തെ പണ്ഡിതന്മാരും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും അതാണ് അഭിപ്രായം. എന്നാൽ ഇമാം ബുഖാരിയെ പോലെയുള്ള ചില ഹദീസ് പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള അൽ ഹദീസിന്റെ പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായമുള്ളത് അത് ഫാത്തിഹ കിട്ടൂല എന്ന അഭിപ്രായം, അല്ല ആ റക്അത്ത് കിട്ടൂല എന്ന അഭിപ്രായം ഉണ്ടെങ്കിലും ഈ അബൂബക്കറത്ത് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായി നിസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, റുക്കൂഇലായിരുന്നു. അപ്പൊ അദ്ദേഹം പള്ളിയിൽ കയറിയ ഉടനെ തന്നെ അയാളും തന്നെ റുക്കൂഇ ചെയ്തുകൊണ്ട് റുക്കൂഇലായി കുനിഞ്ഞുകൊണ്ട് അയാളെ മുമ്പിലേക്ക് കടന്നു വരികയും പ്രവാചകന്റെ കൂടെ വന്നു ചേരുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ഇവിടെ റുക്കൂഇൽ വന്നു ചേർന്നത്? കുനിഞ്ഞുകൊണ്ട് റുക്കൂഇ ചെയ്തുകൊണ്ട് നടന്നു വന്നല്ലോ, കുനിഞ്ഞുകൊണ്ട് വന്നല്ലോ, എന്നിട്ട് സഫിൽ വന്ന് നിന്നല്ലോ. അപ്പോ ഈ സ്വഹാബി അബൂബക്കറത്ത് എന്ന് പറഞ്ഞ സ്വഹാബി പറഞ്ഞു, ഞാനാണ് നബിയെ. അപ്പൊ സാദക്കല്ലാഹു ഹിർസൻ വലാ തഅജ്. അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഈ താല്പര്യമൊക്കെ കൊള്ളാം, പക്ഷേ മേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇയാളോട് മേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്താണ്? അഥവാ സഫിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ റുക്കൂഴ് ചെയ്തുകൊണ്ട് വരിക എന്ന ഈ പരിപാടി ഇനി ചെയ്യരുത്, സഫിൽ എത്തിയതിനു ശേഷം റുക്കൂഴ് ചെയ്താൽ മതി എന്നതാണ് മനസ്സിലാകുന്നത്. അതാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത്. അതല്ല, ആ റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നബി തങ്ങൾ അപ്പൊ തന്നെ അയാളോട് പറയുമായിരുന്നു, നീ എണീച്ച് ഒരു റക്അത്ത് കൂടി പൂർത്തിയാക്കുക, നിനക്ക് ഒരു റക്അത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാകുന്നത് മസ്ബൂക്കായി വന്ന ആൾക്ക് റുക്കൂഴ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ കിട്ടിയിട്ടില്ലെങ്കിലും ആ റക്അത്ത് കിട്ടും എന്നത് തന്നെയാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. ആ നിലക്കാണ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അധിക ഹദീസ് പണ്ഡിതന്മാരും ഒക്കെ അങ്ങനെ പറയുന്നത്. ചില പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയെ പോലുള്ള ചില പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഏതായിരുന്നാലും ഇതൊക്കെയാണ് അതിന്റെ അഭിപ്രായം. ഖൗലുഹു ഫി ഹദീസ് ഉബാദത്ത് ബിൻ സ്വാമിത് ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തിൽ കിതാബ് നസ്സുൻ സ്വരീഹുൻ ഫി അന്നഹ റുക്ൻ. ഈ ഹദീസിൽ പറയുന്ന ഫാത്തിഹ ഓതാത്ത ആൾക്ക് നിസ്കാരമില്ല എന്നതിൽ നിന്ന് വ്യക്തമായി ഫാത്തിഹ ഓതൽ റുക്നാണ് എന്ന് മനസ്സിലായി. ലാ തസ്ഖുതു അംദൻ വലാ സഹബൻ വലാ ജഹലൻ. മനഃപൂർവ്വമാവട്ടെ, മറന്നാവട്ടെ, അറിവില്ലാതെ ആവട്ടെ, വിട്ടുപോയാൽ നിസ്കാരം ശരിയാവുകയില്ല. വഹാദാ ആമുൽ ലിൽ ഇമാമി വൽ മൗമൂം വൽ മുൻഫരിദ്. ഇമാമാവട്ടെ, മൗമാവട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാവട്ടെ, അവർക്കൊക്കെ ഇത് ബാധകമാകുന്നു. വയുസ്തസ്നാ, ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് മൗമായിട്ട് നിസ്കരിക്കുന്ന ഒരാളെ മാത്രം. അലൽ മഷ്ഹൂർ മിൻ മദ്ഹബി അഹ്മദ്, ഇമാം അഹ്മദിന്റെ മദ്ഹബും മറ്റുമൊക്കെ അനുസരിച്ച് എന്താണത്? മുത്ലഖൻ. ഇവിടെ ഈ അഭിപ്രായ വ്യത്യാസം പറയാൻ പോണത്. മൗമികളായിട്ടുള്ളവർക്കൊക്കെ ഇത് ഒഴിവാണ് മുത്ലഖൻ. അത് നേരത്തെ പറഞ്ഞതായാലും അല്ലെങ്കിൽ അത് കേട്ടാലും കേട്ടില്ലല്ലോ ഒക്കെ ശരി. ഫിൽ ജഹരിയത്തി വസ്സരിയ, ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരമാവട്ടെ, ളുഹ്ർ അസ്ർ പോലെയുള്ളതോ ഒക്കെ ശരിയായിട്ടുള്ള നിസ്കാരമാവട്ടെ, മൗമായിട്ടുള്ള ആൾക്ക് അത് ബാധകമല്ല എന്നതാണ് ഇമാം അഹ്മദിന്റെ മദ്ഹബ്. ഖൗലിഹി തആല വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുവിൻ, അവിടെ മിണ്ടാതെ നിൽക്കുവിൻ എന്ന ആയത്തിലുള്ളത് കൊണ്ട് വലിയ ഖൗലിഹി മൻ സ്വല്ലാ വറാഅ ഇമാമിൻ ഫഖിറാഅത്തുൽ ഇമാമി ലഹു ഖിറാഅ. ഒരു ഇമാമിന്റെ പിന്നിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിന്റെ ഖിറാഅത്ത് അയാൾക്കും ഖിറാഅത്താണ് എന്ന ഹദീസ് ഉള്ളത് കൊണ്ടും എന്നതാണ് ഇമാം അഹ്മദിന്റെ അഭിപ്രായത്തിന് വേണ്ടിയുള്ള തെളിവായി ഷെയ്ഖ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ വിശദമായി സൂചിപ്പിച്ച കാര്യം. പക്ഷേ വ്യക്തമായി ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിച്ച ചില സ്വഹാബിമാര് ഖിറാഅത്ത് ചൊല്ലിയപ്പോൾ നബി അത് അറിഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ആരാണ് ഞാൻ ഓതിയപ്പോ അങ്ങനെ ഓതിക്കൊണ്ടിരുന്നത്? ഇനി മേലിൽ ഫാത്തിഹ സൂറത്തല്ലാതെ നിങ്ങൾ ബാക്കിലുള്ള ആൾക്കാർ ആരും ഒന്നും ഓതാൻ പാടില്ല, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും ശരിയായ വസ്സഹീഹു. ഇവിടെ നമ്മളെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മഹുല്ലാ സ്വഹീഹാക്കുന്നത് എന്താണ്? ഒരു റിവായത്തു സാനിയ, രണ്ടാമത്തെ ഇമാം അഹ്മദിന്റെ ഒരു റിവായത്തിനെയാകുന്നു. അതെന്താണ്? അന്നഹാ തസ്ഖുതു അനിൽ മഅ്മൂം ഫിൽ ജഹരിയ. ഇമാം ഉറക്കെ ഓതുമ്പോ അത് കേട്ടാ മതി. ഖാസൻ ഇദാ കാന യസ്മഉ ഖിറാഅത്ത ഇമാമിഹി, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കാൻ കഴിയുമെങ്കിൽ ലിൽ ആയത്തെ, മുകളിലുള്ള ആയത്തും സൂചിപ്പിക്കേണ്ട പോലെ ഹദീസും വൽ ഖിയാസ്, അതാണ് ശരിക്ക് ഖിയാസ് നമ്മെ പഠിപ്പിക്കേണ്ടത്. ബുദ്ധിപരമായി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാലും അതാ മനസ്സിലാണത്. അന്നഹു ലാ മഅന ലിൽ ജഹരി ദാ ഔജബ അലൽ ഇമാം മഅ്മൂം അൽ ഖിറാഅ. സത്യത്തിൽ
ഇമാമ് ഉറക്ക ഓതണം എന്ന് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മൗമിങ്ങളോടൊക്കെ ഓതാൻ പറയുകയാണെങ്കിൽ അപ്പൊ ഇമാമ് ഉറക്ക ഓതണം എന്നതിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ അവരത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി അവരോട് കൽപ്പന ഉണ്ടാകണമല്ലോ. എന്നാൽ പതുക്കെ ഓതണം എന്ന് പറയുന്നതിൽ മൗമ ആണെങ്കിൽ വളരെ വിദൂരമാണ്, അയാൾ മുമ്പിലുള്ള ഇമാമിന്റെ കേൾക്കുന്നില്ല. അവിടെ മൗമായിട്ടുള്ള ആള് ഖിറാഅത്ത് ചൊല്ലല് റുക്നാകുന്നു. വല മഅനാലി ഇസ്ഫാത്തിഹ. അപ്പൊ മൗമിന് ഓതൽ നിർബന്ധമില്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൂടുതൽ പണ്ഡിതന്മാരും നേരത്തെ പറഞ്ഞതുപോലെ ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നില്ലെങ്കിൽ മൗമായിട്ടുള്ള ആളാണെങ്കിലും വാജിബാണ്, അയാൾക്കും ഖിറാഅത്ത് വാജിബാണ് എന്ന അഭിപ്രായമാണ് അധിക പണ്ഡിതന്മാരും പറയുന്നത്. അതല്ലെങ്കിൽ ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നതാണ്. പക്ഷേ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്ന സൂക്ഷ്മമായ അഭിപ്രായം ഫാത്തിഹ സൂറത്ത് എല്ലാവർക്കും നിർബന്ധമാണ് എന്ന കാര്യമാണ്. അടുത്ത ഹദീസിലേക്ക് നീങ്ങാം. അൽ ഹദീസ് സാനി عن أبي قتادة الأنصاري رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقرأ في الركعتين الأوليين من صلاة الظهر بفاتحة الكتاب وسورتين يطول في الأولى ويقصر في الثانية يسمع الآية أحيانا وكان يقرأ في العشر بفاتحة الكتاب وسورتين يطول في الأولى ويقصر في الثانية وفي الركعتين الأخريين بأم الكتاب. അബൂ ഖതാദ അൻസാരി നമ്മൾ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഫാരിസ് റസൂലുള്ളാഹി നബിന്റെ ഒരു സൈന്യാധിപൻ, യോദ്ധാവ് എന്ന് പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ യഖറഉ ഫി റകഅത്തൈനിൽ ഊലയൈനി മിൻ സ്വലാത്തുൽ ളുഹർ, ളുഹർ നമസ്കാരത്തിന്റെ ആദ്യത്തെ 2 റകഅത്തിൽ പ്രവാചകൻ ഓതാറുണ്ട് ബി ഫാത്തിഹത്തിൽ കിതാബി, ഫാത്തിഹ സൂറത്തും വസൂറത്തൈനി, വേറെ 2 സൂറത്തും. അപ്പൊ ളുഹർ നിസ്കാരത്തിന്റെ 1-ാമത്തെ 2-ാമത്തെ റകഅത്തുകളിൽ ഫാത്തിഹയ്ക്ക് പുറമെ ഓരോ സൂറത്തുകൾ ചൊല്ലാറുണ്ട്. യുതവ്വിലു ഫിൽ ഊല, 1-ാമത്തെ റകഅത്തിൽ ദീർഘിച്ചു ഓതും. വയുഖസ്സിറു ഫിൽ സാനിയത്തി, 2-ാമത്തെ റകഅത്തിൽ 1-ാമത്തേനേക്കാൾ അല്പം കുറവുണ്ടായിരിക്കും. യുസ്മിഉൽ ആയത്ത അഹ്യാനൻ, ആയത്തുകളൊക്കെ ചിലപ്പോൾ നബി ഒന്ന് കേൾപ്പിക്കാറുണ്ട്. ഇതിന്ന് മനസ്സിലായി ളുഹർ നിസ്കാരത്തിലെ അസ്ർ നമസ്കാരത്തിലേക്ക് ആദ്യത്തെ ഖിറാഅത്ത് ഇമാം എന്ത് ചെയ്യുന്നില്ല, ഉറക്കെ ഓതുന്നില്ല. ചിലപ്പോഴൊക്കെ നബി ഓതിയത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പതുക്കെയാണ് ളുഹറിലും അസ്റിലും ഒക്കെ ഇമാമ് ഓതേണ്ടത്. വകാന യഖറഉ ഫിൽ അസ്രി, അസ്ർ നമസ്കാരത്തിൽ പ്രവാചകൻ ഓതാറുള്ളത് ബി ഫാത്തിഹത്തിൽ കിതാബി വസൂറത്തൈനി, ഫാത്തിഹയും അതുപോലെ തന്നെ ഓരോ സൂറത്തുകളും എന്ത് ചെയ്യും, ആദ്യത്തെ 2 റകഅത്തിൽ ഓതും. യുതവ്വിലു ഫിൽ ഊല, 1-ാമത്തിൽ അല്പം ദീർഘമുണ്ടാകും. യുഖസ്സിറു ഫി സാനിയ, 2-ാമത്തിൽ അല്പം ചുരുക്കിയിട്ടുണ്ടാകും. വഫി റകഅത്തൈനിൽ ഉഖറയൈനി, എന്നാൽ അസ്റിന്റെ അവസാനത്തെ 2 റകഅത്തിൽ ബി ഉമ്മിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് മാത്രവുമാണ് ഓതിയിരുന്നത്. അപ്പൊ ഈ ഹദീസിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ഫാത്തിഹ സൂറത്ത് എല്ലാ റകഅത്തിലും നിർബന്ധമാണ്. അതേ അവസരത്തിൽ ളുഹറിന്റെ ആദ്യത്തെ 2 റകഅത്തിൽ ദീർഘിച്ച് ഓതുന്നുണ്ട്. അതിനെ കുറിച്ച് ചില ഹദീസുകളിലൊക്കെ കാണാം, അവര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കാരം തുടങ്ങിയാല് ബഖീഇല് പോയിട്ട് ഒരാൾ തന്റെ പ്രാഥമിക കർമ്മം നിർവഹിച്ച് പിന്നെ വീട്ടിൽ പോയി ഒന്നുണ്ടാക്കി വന്നാലും 1-ാമത്തെ റകഅത്തിൽ നബിയെ അവസാനിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ ഇവര് ഹദീസിൽ ഉദ്ധരിച്ചത് കാണാം. ചില ഹദീസിൽ ഞങ്ങൾ പ്രവാചകന്റെ ളുഹർ അസ്ർ നിസ്കാരത്തിന്റെ ഖിറാഅത്ത് ഇങ്ങനെ കണക്കാക്കിയിരുന്നു. അതിങ്ങനെ അതിന്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം അലിഫ് ലാം മീം സജദ ഉണ്ടല്ലോ, സൂറത്ത് സജദ വെള്ളിയാഴ്ച സുബഹികളുടെ ആ സൂറത്ത് ഓതുന്ന അത്രയും സമയം ളുഹറിന്റെ 1-ാമത്തെ റകഅത്തിൽ നിസ്കരിക്കും. അതുപോലെ തന്നെ അതിൽ നിന്ന് ലേശം ചുരുങ്ങിയ രീതിയിൽ, അതിന്റെ പകുതിയായ രീതിയിൽ 2-ാമത്തതിൽ അല്ല, അതിൽ നിന്ന് ലേശം ചുരുങ്ങിയ രീതിയിൽ 2-ാമത്തെ റകഅത്തിൽ. അസ്ർ നമസ്കാരത്തിലാണെങ്കിലോ അതിന്റെ 1-ാമത്തെ 2-ാമത്തെ റകഅത്തിൽ ഇതിന്റെ നേർ പകുതിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് എന്നും ആ ഹദീസുകളിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇവിടെ നമുക്ക് ഈ വിശദീകരണത്തിൽ കൂടുതൽ സമയം കളയേണ്ടതില്ല. ഇത് തന്നെയാണ് ഇതിൽ പറയുക. ഫീഹി വജൂബ് ഖിറാഅത്തിൽ ഫാത്തിഹത്തി ഫീ കുല്ലി റകഅത്തി വസ്തിഹ്ബാബ് ഖിറാഅത്തി സൂറത്തി ബഅദഹ ഖിറാഅത്തു സൂറത്തിൻ ബഅദഹ ഫിൽ ഊലയൈനി വസ്തിഹ്ബാബ് ഇഫ്റാദിഹ ഫിൽ ഉഖറയൈനി ഔ അൽ അഖീറ ഇൻ കാനത് സുലാസിയ. അപ്പോ ഫാത്തിഹ സൂറത്തും മറ്റ് ഓരോ സൂറത്തുകളും 2 റകഅത്തിൽ, ആദ്യത്തെ 2 റകഅത്തിൽ, എന്നാൽ അവസാനത്തിൽ
ഫാത്തിഹ സൂറത്ത് മാത്രവും ചൊല്ലലാണ് സുന്നത്ത്. അമ്മൽ വിത്ർ, വിത്ർ നിസ്കാരമാണെങ്കിൽ ഫയുസ്തഹബ്ബു ഖിറാഅത്തു സൂറത്തിൻ ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ചൊല്ലൽ സുന്നത്താണ് എന്നത് ഫി ജമീഇ റക്അഅത്തി, എല്ലാ റക്അഅത്തിലും. വിത്ർ നിസ്കാരമാണെങ്കിൽ അവസാനത്തെ റക്അഅത്തിലും എന്ത് ചെയ്യണം? ഫാത്തിഹയും ഒരു സൂറത്തും ചൊല്ലണം. വലൗ കാന സലാസൻ ഔ ഖംസൻ ഔ സബഅൻ ഔ തിസ്അൻ ഔ 11, എത്ര റക്അഅത്താലോ, 5, 4, 7, 9, 11 ഒക്കെ ആണെങ്കിലും ശരി, എല്ലാ റക്അഅത്തിലും ഫാത്തിഹയ്ക്ക് പുറമെ ഒരു സൂറത്ത് കൂടി എവിടെ ഉണ്ട്? വിത്ർ നിസ്കാരത്തിൽ ചൊല്ലും. നേരെ മറിച്ച് ളുഹറിലും അസ്റിലും മറ്റൊക്കെ ആണെങ്കിൽ പിന്നെ അവസാനത്തെ റക്അഅത്തുകളിൽ ഫാത്തിഹ മാത്രമായിട്ടുള്ളതാണ് നല്ലത് എന്നാണ് ഈ പറഞ്ഞത്. വഫീഹി ഇസ്തിഹ്ബാബു ഖിറാഅത്തി സൂറത്തുൻ കാമില ഫി റക്അഅത്തി, ഒരു റക്അഅത്തിൽ ഒരു സൂറത്ത് പൂർത്തിയാക്കി ചെല്ലലാണ് ഏറ്റവും നല്ലത്. അതേ അവസരത്തിൽ ചില സമയത്തൊക്കെ അത് പകുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ചൊല്ലിയോണ്ട് കുഴപ്പമൊന്നുമില്ല, അതും വന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും സുന്നത്ത് അതാണെന്ന് അർത്ഥം, പൂർത്തിയാക്കി പരിപൂർണമായ ഒരു സുന്നത്ത് ചൊല്ലുക. വഫീഹി ഇസ്തിഹ്ബാബു ഇത്വാലത്തി റക്അഅത്തിൽ ഊല അക്സറ മിന സാനിയ, രണ്ടാമത്തെ റക്അഅത്തിനേക്കാൾ ഒന്നാമത്തത് അല്പം ദീർഘിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇതൊക്കെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഹദീസിൽ നിന്ന് വ്യക്തമായിട്ടുള്ളതാണ്. ഓക്കെ, സുബഹി നമസ്കാരം ദീർഘിപ്പിച്ച് ചൊല്ലുക, അതിൽ ഒന്നാമത്തെ റക്അഅത്തിൽ രണ്ടാമത്തെ റക്അഅത്തിനേക്കാൾ കൂടുതൽ ചൊല്ലുക, ഇതൊക്കെ സുന്നത്താണ്. അടുത്ത ഹദീസ്, അൽ ഹദീസ് സാലിസ് عن جبير بن مطعم رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقرأ في المغرب وبالطور. ജുബൈർ ബിൻ മുത്തൈം എന്ന സ്വഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്ക് കേട്ട് പരിചയമുണ്ടല്ലോ, ജുബൈർ ബിൻ മുത്തൈം, മുത്തൈം ബിൻ അദി. ആരാണ്? മുത്തൈം ബിൻ അദിന്റെ മകനാണ് ജുബൈർ. ഈ മുത്തൈം ബിൻ അദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയ സ്വഹാബിയാണ്, മഹാനായിരുന്നു അന്ന്. അദ്ദേഹം ക്ഷമിക്കണം, സഹാബി എന്നല്ല പറയുന്നത്, അദ്ദേഹം ഖുറൈശികളുടെ പ്രമുഖനായിരുന്നു. ത്വായിഫിലേക്ക് ഓടിപ്പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോ ഒരു കഫീല് വേണ്ടിയിരുന്നല്ലോ മക്കത്ത് താമസിക്കണമെങ്കിൽ, അത് മുത്തൈമാണ് ഏറ്റെടുത്തത്. മുത്തൈമാണ് പ്രവാചകന് സംരക്ഷണം കൊടുത്തിരുന്നത്. ആ മുത്തൈമ തന്നെയാണ് പിന്നെ ഷൈബ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തെയും ബഹിഷ്കരിച്ചപ്പോ അതിനുവേണ്ടി ഒരു ഫലകം എഴുതി തൂക്കിയല്ലോ കഅബത്തിങ്കൽ. ആ ബഹിഷ്കരണം അവസാനിപ്പിക്കാൻ വേണ്ടി 2-3 ആൾക്കാർ ഇടപെട്ടല്ലോ. അതിൽപ്പെട്ട ഒരാളും കൂടിയാണ് മുത്തൈം. അയാളുടെ മകനാണ് ജുബൈർ ബിൻ മുത്തൈം. ഈ ജുബൈർ ബിൻ മുത്തൈം എന്ന ഈ സ്വഹാബി, അദ്ദേഹം قال سمعت النبي صلى الله عليه وسلم يقرأ في المغرب بالطور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ വത്തൂർ വകിതാബിൻ മസ്തൂർ എന്ന സൂറത്ത് തൂർ ചൊല്ലിയിരുന്നു എന്നാണ്. അപ്പൊ ചില സമയത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. സൂറത്ത് അഅറാഫ് മഗ്രിബിൽ ചൊല്ലിയെന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. സാധാരണഗതിയിൽ മഗ്രിബ് നിസ്കാരത്തിൽ നേരത്തെ നമ്മൾ കേട്ടതുപോലെ അവസാനത്തെ അവാഖിർ മുഫസ്സലാണ് ചൊല്ലിയിരുന്നത്. വദ്ദുഹ മുതൽ നാസിന്റെ അടിയിലുള്ള സൂറത്തുകളാണ് ചൊല്ലാറുണ്ടായിരുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഖൗലുഹു ഫി ഹദീസ് ജുബൈർ ബിൻ മുത്തൈം സമിഅതു റസൂലുള്ളാഹി യഖറഉ ഫിൽ മഗ്രിബി തൂർ ഫീഹി അന്നഹു ലാ ബഅസ് ബിഇതാലത്തി മാ യുസ്തഹബ്ബു തഖ്സീറുഹു ലിആരിദ്. അതാണ് അവിടെ പിന്നെ മഗ്രിബ് നിസ്കാരത്തിൽ ചുരുക്കിയാണ് ചൊല്ലൽ സുന്നത്തായിട്ടുള്ളത്. എന്നാൽ എന്തെങ്കിലും ഒരു കാരണം ഉള്ളത് കൊണ്ട് നീട്ടി ഓതുന്നതിന് കുഴപ്പമില്ല. വഫീഹി അന്നൽ മഗ്രിബ യുജ്ഹറു ബിൽ ഖിറാഅത്തി ഫിഹാ. ഈ ഹദീസിൽ നിന്ന് മഗ്രിബ് നിസ്കാരത്തിന്റെ ഖിറാഅത്ത് ഉറക്കെയായിരിക്കണമെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം കേട്ടല്ലോ പള്ളിയിൽ ഓതിയത്. വഹാദാ വലില്ലാഹിൽ ഹംദു ഇജ്മാഉൽ ഖൗലി ബിഹി വൽ അമൽ ബിഹി. ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. അമൽ ചെയ്യുന്നതിലും ആ അഭിപ്രായം പറയുന്നതിലും ഒക്കെ വറദാൻഹു ഖറാഫിഹാ ഫിൽ അഅറാഫ്. മഗ്രിബിൽ സൂറത്ത് അഅറാഫ് ചൊല്ലി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. കമാ വറദാൻഹു ഖറാഫിൽ ഫജ്ർ ബിൽ മുഅബ്ബദതൈനി. ഫജ്ർ നമസ്കാരത്തിൽ സൂറത്തുൽ മുഅബ്ബദതൈനി ഉണ്ടല്ലോ, ചൊല്ലി ലിആരിദിൻ. അതെന്തോ ഒരു കാരണം കൊണ്ടാണ്. വഖദ് ഇസ്തഹബ്ബത തവീലു. ആ കാരണം അവിടെ നീട്ടി ഓതലാണ് ഫജ്ർ നിസ്കാരത്തിൽ സുന്നത്ത്. എന്നാൽ ചില സമയത്ത് ഇദാ സുൽസിലത്തി 2 റക്അത്തിലും ഫജ്റിൽ ഓതി എന്നും വന്നിട്ടുണ്ടല്ലോ. ശരി, അടുത്ത ഹദീസ് അൻ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ സഫർ ഫസല്ല അൽ ഇശാ അൽ ആഖിറ ഫഖറഅ ഫീ ഇഹ്ദ റക്അതൈനി ബിത്തീനി വസ്സൈതൂൻ. വത്തീനി വസ്സൈതൂൻ എന്നത് ഇശാ നമസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ നബി ചൊല്ലി എന്നതാണ് ഈ ഹദീസ്. ഫമാ സമിഅതു അഹദൻ അഹ്സന സൗതൻ ഔ ഖിറാഅതൻ മിൻഹു. നബിയേക്കാൾ സുന്ദരമായ ശബ്ദത്തോടെയോ നല്ല ഖിറാഅത്തോ ഞാൻ കേട്ടിട്ടില്ല എന്ന് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒന്നുകൂടി ഹദീസ് കേൾക്കാം. അൻ ബർറാ ഇബ്നു ആസിബ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ സഫർ. നബി തങ്ങൾ ഒരു യാത്രയിലായിരുന്നു. ഫസല്ലൽ ഇശാ അൽ ആഖിറ. നബി
ഇഷാ അൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഇഷാ നമസ്കാരം, അതായത് മഗ്രിബാണെന്ന് വിചാരിക്കേണ്ട. ഇഷാ നമസ്കാരം നബി നിസ്കരിച്ചു. അതിലെ ഒരു റക്അത്തിൽ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്ത് ഓതുകയും ചെയ്തു. ഫമാ സമിഅതു അഹദൻ അഹ്സന സൗതൻ, നബിയേക്കാൾ ശബ്ദമധുരിമയോടെ ഓതുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല. ഔ ഖിറാഅത്തൻ, അല്ലെങ്കിൽ നന്നായി ഓതുന്ന ഒരാളെ, മിൻഹു പ്രവാചകനേക്കാൾ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് അന്നൽ ഇശാ ജഹരിയ, ഇശാ നിസ്കാരത്തിൽ ഓത്ത് ഉറക്കെയായിരിക്കണം. വഫീഹി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖൽഖൻ വഖുലുഖൻ, പ്രവാചകന്റെ രൂപവും പ്രവാചകന്റെ സ്വഭാവവും എല്ലാം ഏറ്റവും ആകർഷകമായതായിരുന്നു. ലഅന്ന സൗത മൗഹിബത്തുൻ മിനല്ലാഹി കസائر അഖ്ലാഖ്, എല്ലാ സ്വഭാവ മഹിമകളെ പോലെയും ഈ ശബ്ദവും എന്നതും അള്ളാഹുവിന്റെ ഒരു ദാനം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വഫീഹി അന്നഹു ലാ ബഅസ ബിഖിറാഅത്തി സൂറത്തി മിൻ ഖിസാറിൽ മുഫസ്സൽ ഫിൽ ഇശാഇൽ ആരിദ്. ഖിസാറുൽ മുഫസ്സലിൽ നിന്ന് എന്തെങ്കിലും കാരണം ഉണ്ടായാല്, അതായത് ചെറിയ സൂറത്തുകളെ ഇശാ നമസ്കാരത്തിൽ ഓതാം. സഫറിൻ വനഹ്വഹു, യാത്ര പോലെയുള്ള കാരണങ്ങൾ. ലാ യകൂന താരിക്കൽ ലിസുന്ന, അതുകൊണ്ട് സുന്നത്ത് ഒഴിവാക്കലല്ല. വഫീഹി അന്ന തഹ്സീന അസ്സൗത്ത് ബിൽ ഖുർആൻ മിൻ സുന്നത്തിഹി വഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശബ്ദമധുരമയോടെ ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത് പ്രവാചകന്റെ നടപടിയും സുന്നത്തുമായിരുന്നു. വലം യകുൻ മിൻ ഹദീഹി അത്തഅമ്മുഖ് ഫിൽ ഖിറാ, ഒന്നായിട്ട് നീട്ടി വലിച്ച് ഖിറാത്തിന്റെ തജ്വീദ് നിയമം ഫിറ്റാക്കുന്ന കാര്യത്തിൽ അതിര് കവിയ എന്നുള്ളതൊന്നും എന്തല്ല, ശരിയല്ല. വത്തനത്തു, അതിൽ അതിര് കവിയ. കമാ യഫ്അലു അക്സറുന്നാസ്, ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബൽ ഖദ് വറദ നഹ്യു, അത് ശരിയല്ലെന്ന് വിരോധമുള്ളതാണ്. അടുത്ത ഹദീസ് عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم بعث رجلا على سرية, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ ഒരു സൈനിക നിയോഗത്തിന് വേണ്ടി അയച്ചു. ശരീഅത്ത് സറായ എന്ന് പറയും, ഒരു കൊച്ചു സൈനിക സംഘത്തെ, ട്രൂപ്പുകളെ നിയോഗിക്കുന്നതിനാണ്, എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു സൈന്യത്തെ അയച്ചപ്പോൾ ഒരാളെ അവരുടെ അമീറാക്കി. ബഅസ റജുലൻ അലാ സരിയ, ഒരു സൈനിക സംഘത്തിന് നേതാവായിട്ട് ഒരാളെ നിയോഗിച്ചു. ഫകാന യഖറഉ ലി അസ്ഹാബിഹി, അദ്ദേഹം തന്റെ അസ്ഹാബിങ്ങൾക്ക്, തന്റെ കൂട്ടുകാർക്കൊക്കെ ഇമാം വെക്കുമ്പോൾ അയാൾ ഓതാറുള്ളത് ഫീ സ്വലാത്തിയും, അവരുടെ നമസ്കാരത്തിൽ അയാളാണ് ഓതുമ്പോൾ എന്ത് ചെയ്യും? ഫയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കൊണ്ടാണ് അയാൾ ഓരോ റക്അത്തും അവസാനിപ്പിക്കുന്നത്, ഖിറാഅത്ത് അവസാനിപ്പിക്കുന്നത്. ഫലമ്മാ റജഉ, തിരിച്ചു വന്നപ്പോൾ ദക്കറു ദാലിക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഇവരെല്ലാവരും ഈ കാര്യം പറഞ്ഞു. ഞങ്ങൾ അമീർ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും അയാൾ ഖിറാഅത്ത് അവസാനിപ്പിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു ചൊല്ലുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, പറഞ്ഞു, സലൂഹു, അയാളെ ചോദിക്ക്, എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഫസഅലൂഹു, അവരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്തത്. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, ആ അധ്യായം സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ഫഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അതിങ്ങനെ ഓതുവാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മാഷാ അല്ലാഹ്. ഈ ഹദീസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ഒരു റക്അത്തിൽ ഒരു സൂറത്ത് മാത്രമല്ല, ഒന്നിലധികം സൂറത്ത് വേണമെങ്കിൽ ഓതാന്ന് പഠിക്കാം. കാരണം എല്ലാ റക്അത്തിലും ഖിറാഅത്തിന് ശേഷം അവസാനം ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഫീഹി അന്നഹു ലാ ബഅസ ബിഖിറാഅത്തി സൂറത്തൈനി ഫഅക്സർ ഫി റക്അ വയഹ്തമലു വല്ലാഹി അന്നഹു യഖ്തിമു സ്വലാത്ത ബി സൂറത്തുൽ ഇഖ്ലാസ്, അത് ഖിറാഅത്ത് അവസാനിക്കുമ്പോഴാണ് അയാൾ ചെല്ലുന്നത്. യഖ്റഉഹാ ഫി റക്അത്തി സാനിയത്തി ബഅദൽ ഫാത്തിഹ, രണ്ടാമത്തെ റക്അത്ത് ഫാത്തിഹയ്ക്ക് ശേഷമാണ് എന്നും തോന്നുന്നുണ്ട്. ഔ അന്നഹു യഖ്തിമു കുല്ല റക്അത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ റക്അത്തിലും അവസാനം അത് തോന്നുന്നുണ്ട്. വഫീഹി അന്നൽ മുജ്തഹിദ മഅദൂർ, ഒരാൾ ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ചെയ്തതാണെങ്കിൽ അത് മഅദൂറാണ്, അയാൾക്ക് അതിൽ ഇളവുണ്ട്. വഫീഹി ഫദ്ലു സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠതയും കമാ വറദ അന്നഹാ തഅദിലു സുലസുൽ ഖുർആൻ, ചില ഹദീസിൽ ഖുർആന്റെ 3/1 സമാനമായിട്ടുള്ളതാണ്. ലഅന്നഹാ ഫീഹാ ഇസ്ബാത്തുൽ കമാലി ലില്ലാഹ് മിൻ ജമീഇൽ വുജൂഹ്, ഏത് വീക്ഷണത്തിലൂടെ ചിന്തിച്ചാലും അല്ലാഹുവിന്റെ സമ്പൂർണ്ണതയെ സ്ഥാപിക്കുന്ന ഒരു ആശയമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊള്ളുന്നത്. വനഫിയുൻ നഖ്സി അൻഹു, ഒരു നിലക്കുള്ള ന്യൂനതയും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. മിൻ ജമീഇൽ വുജൂഹ്, ഒരു നിലക്കും അത് ഒരു ന്യൂനതയും ഇല്ലാത്ത സമ്പൂർണ്ണ ഗുണങ്ങളുടെ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് സ്ഥാപിക്കുന്ന ആശയമാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. വഫീഹി
ഇസ്ബാത്തുൽ മഹബ്ബത്തി ലില്ലാഹി തആല ഈ ഹദീസിൽ അള്ളാഹു സ്നേഹിക്കും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാരണം അഖ്ബിറുഹു അന്നല്ലാഹു യുഹിബ്ബു എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നത് കമാഹു മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതാണ്. ചില ആളുകളെ നിഷേധിക്കും. മുഅ്തസിലിയാക്കളും ഖദരിയാക്കൾ അതുപോലത്തെ ജഹ്മിയാക്കളൊക്കെ അള്ളാഹു സ്നേഹിക്കും, അള്ളാഹു എന്തിനേറെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അംഗീകരിക്കുന്ന അശ്അരി മദ്ഹബിന്റെ ആൾക്കാർ വരെ അള്ളാഹുവിന്റെ മഹബത്ത് എന്ന സിഫത്ത് അംഗീകരിക്കാത്തവരാ. അള്ളാഹ് ഇഷ്ടപ്പെടും എന്നുള്ളത് അവർ അംഗീകരിക്കില്ല. അവർ 7 സിഫത്ത് അംഗീകരിക്കുള്ളൂ. ഇൽമ്, ഖുദ്റത്ത്, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ബസർ, സമഅ തുടങ്ങിയിട്ടുള്ള 7 സിഫത്തുകളെ അശ്അരിയാക്കൾ അംഗീകരിക്കുള്ളൂ. മശീഅത്ത് ഒക്കെ. അള്ളാഹുവിനെ സ്നേഹിച്ചവനെ അള്ളാഹു സ്നേഹിക്കും. കാരണം അള്ളാഹിന്റെ സിഫത്ത് ഉള്ള സൂറത്തിനെയാണ് അയാൾ സ്നേഹിച്ചത്, അള്ളാഹിനുള്ള സ്നേഹം കൊണ്ട് സ്നേഹിച്ചതാ. ഇനി നമുക്ക് ഒരു ഹദീസ് കൂടി ഉണ്ട് അല്ലെ? അതെ, ഒരു ഹദീസ് കൂടി ഉണ്ട്, വളരെ ചെറിയ ഒരു ഹദീസ്. അതോടെ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി മുആദ്, നബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഫലൗലാ സ്വല്ലൈത ബിസബ്ബിഹ് ഇസ്മി റബ്ബിക്കൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്ത് നിനക്ക് ഓതിക്കൂടായിരുന്നോ? വശംസി വളുഹാഹ, വശംസി വളുഹാഹ എന്ന സൂറത്ത് ഓതിക്കൂടായിരുന്നോ? വല്ലൈലി ഇദാ യഗ്ഷ എന്ന സൂറത്ത് ഓതിക്കൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനോട് ചോദിച്ചു. ഫഇന്നഹു യുസല്ലി വറഅക്, തീർച്ചയായും താങ്കളുടെ പിന്നിൽ നമസ്കരിക്കുന്നു. അൽ കബീറു വൽ ലഈഫു വദുൽ ഹാജ, പ്രായാധിക്യമുള്ളവരും ദുർബലരായിട്ടുള്ള ആളുകളും ആവശ്യക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാൻ നിൽക്കുന്ന ഒരാളൊക്കെ താങ്കളുടെ പുറകിൽ നമസ്കരിക്കുന്നു. അതുകൊണ്ട് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറത്തോ അല്ലെങ്കിൽ വശംസി വളുഹാഹ എന്നോ വല്ലൈലി ഇദാ യഗ്ഷ തുടങ്ങിയ സൂറത്തുകളെ ചൊല്ലാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു പറഞ്ഞു എന്നതാണ് ഈ ഹദീസിൽ പറയുന്നത്. സത്യത്തില് ഇതൊരു പ്രത്യേക സംഭവമാണ്. നമുക്കറിയാം, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിന്റെ ബാക്കിൽ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ ആൾക്കാരുടെ അടുത്തേക്ക്, അത് ഖുബൈൽ എന്നൊക്കെ പറയുന്നു അല്ല എന്ന് മനസ്സിലാവുന്നു, ഏതായിരുന്നാലും അദ്ദേഹം തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി നിസ്കരിക്കാൻ. മുആദ് റളിയല്ലാഹു അൻഹു അവരായിട്ട് നിസ്കരിക്കുക. ഏത് നിസ്കാരം? ഇശാ നിസ്കാരം. ആ ഇശാ നമസ്കാരത്തിൽ അദ്ദേഹം സൂറത്തുൽ ബഖറ ചിലപ്പോൾ ചൊല്ലും. അങ്ങനെ ഒരിക്കൽ ഉണ്ടായി. സൂറത്തുൽ ബഖറ ഓതി ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു മനുഷ്യന് അയാളുടെ ഒട്ടകത്തെ പിന്നെ തീറ്റാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പൊ അന്ന് നിസ്കാരം തുടങ്ങി നോക്കുമ്പോ സൂറത്തുൽ ബഖറ ഓതുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ അയാളുടെ നിസ്കാരമൊക്കെ അവസാനിപ്പിച്ച് ഒറ്റക്ക് നിസ്കരിച്ച് കണ്ട് മാറിപ്പോയി. ഇതറിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു, എന്താണ് അയാളെന്താ ഒരു നിഫാഖിന്റെ പണിയാണല്ലോ എടുത്തത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ ആ മനുഷ്യൻ, ആ സ്വഹാബിയാണ് നബിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വെള്ളം നനക്കാനുള്ള ആൾക്കാരും ഒട്ടകത്തെ മേയ്ക്കുന്നവരും കൃഷിപ്പണിക്കാരും പലരും ഉണ്ട്. ഞങ്ങള് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വന്നുകാണ്ട് സൂറത്ത് പിന്നെ ഇശാ നമസ്കാരത്തിന് ഇമാം വെക്കുമ്പോ അയാള് ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ചെല്ലുന്നത് സൂറത്തുൽ ബഖറ ഒക്കെയാണ്. ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മുആദിനെ വിളിച്ചു ചോദിച്ചു നബി തങ്ങള്, അഫത്താന അൻത യാ മുആദ്, ഓ മുആദ്, നീ ഫിത്ന ഉണ്ടാക്കുന്ന ആളാണോ, കുഴപ്പക്കാരനാണോ എന്ന് ചോദിക്കുകയും, നിങ്ങൾ ജനങ്ങൾക്ക് ഇമാം വെക്കുമ്പോ അവരുടെ പിന്നെ അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ ചൊല്ലണം എന്ന പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല ചൊല്ലണം, വശംസി വദു, അങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ചൊല്ലിയാൽ മതി. ഇശാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ, അന്നത്തെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവര് കൃഷിസ്ഥലങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വളരെ പ്രയാസകരമായ ജോലികളൊക്കെ എടുത്ത് ക്ഷീണിച്ച് അവശരായി നിൽക്കുന്ന ആളുകൾ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കണം. അപ്പൊ അവർക്ക് നീണ്ട സൂറത്തുൽ ബഖറയും ആലംറാനും ഒക്കെ ചൊല്ലിയാണ്ട് ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന കാര്യം അവിടെ ഉണർത്തുകയുണ്ടായി. അതാണ് ഹദീസിന്റെ ആശയം എന്ന് മനസ്സിലാക്കുക. അതുതന്നെയാണ് വിശദീകരണത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സൽക്കരമായി സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ പ്രവാചകന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അറിവില്ലാതെയോ മറ്റോ സംഭവിച്ചു പോകുന്ന അപാകതകൾ നാം തിരുത്തി അത് കണ്ടറിഞ്ഞ് മനസ്സിൽ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഈ ഹദീസിൽ നമ്മൾ നേരത്തെ കേട്ടത് അതാണ്. ഇങ്ങനെ നാം ചെയ്യുന്ന ഒളു ആവട്ടെ, നിസ്കാരമാവട്ടെ, അതിൽ റുക്കിനായിട്ടുള്ള നിർബന്ധമായ കാര്യങ്ങൾ അറിയാതെയാണെങ്കിലും ശരി വീഴ്ച സംഭവിച്ചാൽ ആ കർമ്മം ശരിയാവുകയില്ല. അതുകൊണ്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യാസന്തതികളെയും എല്ലാവരെയും അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാർ ദാസിയിൽ ഉൾപ്പെടുത്തി
അവസാനം ജന്നാത്തുൽ ഫിർദൗസിലും ശാശ്വതമായ പരലോകത്ത് അനശ്വര സൗഭാഗ്യമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ യാ ഗഫൂർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.